സത്യതൗഹീദി ആദർശ പ്രബോധന രംഗത്ത് പുതുപുത്തൻ അധ്യായം തീർത്ത് വിട്ടുവീഴ്ചയുടെയും ക്ഷമയുടെയും ജീവിക്കുന്ന സാക്ഷ്യം തീർത്ത് സമാനതകളില്ലാത്ത ഐക്യ സന്ദേശം കൈരളിക്കേകി മുജാഹിദ് ഐക്യമഹാസമ്മേളനം. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹില്ലദി അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അനാം വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാത്തുഹാ വകുല്ലു ബിദ്അത്തിൻ ളലാല. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുവന്യരായ നേതാക്കളെ, പണ്ഡിതന്മാരെ, ഉമറാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരീ സഹോദരന്മാരെ, അതിഥികളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹീതമായ ഒരു സന്ദർഭത്തിലാണ് നാം ഉള്ളത്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം. അതിനനുസരിച്ച് നമ്മുടെ ഇടയിലുള്ള ചില സുഹൃത്തുക്കളുടെ പ്രവർത്തനവും ഫലവത്തായി നമുക്കൊന്നായി പോകാൻ കഴിഞ്ഞു എന്നുള്ളത് ചില്ലറ കാര്യമല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ വളരെ കാലത്തെ ദുഃഖം സന്തോഷമായി മാറുന്ന ഈ വലിയ അസുലഭമായ ഒരവസരമാണ് ഈ ഐക്യ കൂടലിലൂടെ നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഒഴിച്ചുകൂടാത്ത കടമയാണ്. നമ്മുടെ ഓരോ വാക്കും പ്രവൃത്തിയും കൂടുതൽ ഐക്യപ്പെടുകയും നമ്മുടെ സഹോദരങ്ങളെ നമ്മിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്ന രൂപത്തിലാക്കണം. അള്ളാഹുവിനോട് ഏറെ നന്ദിയും കടപ്പാടും നാം കാണിക്കണം. പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. ലഇൻ ശക്കർതും ലഅസീദന്നകും. നിങ്ങൾ നന്ദിയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കൂട്ടിത്തരും. വിട്ടുവീഴ്ചയും സ്നേഹവും അള്ളാഹുവിനോടുള്ള കടപ്പാടും നിർവഹിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു നമുക്ക് അധികരിപ്പിച്ചു തരും. നമ്മോടൊപ്പം അവനുണ്ടാകും. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വിജയം സുനിശ്ചിതമായിരിക്കും. പക്ഷെ ഖുർആൻ മതിയാക്കിയില്ല അവിടെ. വലയിൻ കഫർത്തും ഇന്ന അദാബീ ലശദീദ്. അല്ല, ധിക്കാരമാണ്, നിഷേധമാണ് നിങ്ങളിൽ നിന്നുണ്ടാകുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ ശിക്ഷ ഭയാനകമാണ്. അള്ളാഹുവിങ്കിൽ നിന്ന് നമുക്കുള്ള കടപ്പാടുകൾ നിർവഹിക്കാത്തതിൻ്റെ പേരിൽ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മുടെ മുന്നിലുണ്ടായിട്ട് അതനുസരിച്ച് ജീവിക്കുകയും അതിലേക്ക് ദഅവത്ത് നടത്തുകയും ചെയ്യുന്ന കാര്യത്തിൽ നാം വീഴ്ച വരുത്തിയാൽ തീർച്ചയായും അല്ലാഹു തആല നമ്മെ ശിക്ഷിക്കും. എന്തുകൊണ്ടെന്നാൽ ഇക്കാര്യം നിർവഹിക്കുന്നതിന് യഥാർത്ഥത്തിൽ ഇവിടെ മുജാഹിദുകൾ മാത്രമേ ഉള്ളൂ. വിനയത്തോടുകൂടി, അങ്ങേയറ്റത്തെ താഴ്മയോടുകൂടി അള്ളാഹുവിന് നന്ദി ചെയ്തുകൊണ്ട് നാം ശ്രമിച്ചുകൊണ്ടിരിക്കണം. മുസ്ലിം പേരിൽ അറിയപ്പെടുന്ന ആയിരക്കണക്കിനുള്ള ജനങ്ങൾ തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കാത്തവരാണ്. അവർക്ക് ഈ കാര്യം എത്തിച്ചു കൊടുക്കാൻ നാം നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ അത് കൃത്യമായി ദൃഢവിശ്വാസം ഉൾക്കൊള്ളുകയും അവനെ തവക്കുലാക്കുകയും ചെയ്തുകൊണ്ട് നാം കൃത്യമായും പ്രവർത്തന രംഗത്തിറങ്ങണം. സഹോദരന്മാരെ, സഹോദരികളെ, നേതാക്കളെ, നാം കടന്നു പോകുന്ന കാലഘട്ടങ്ങളെ പറ്റി നാം ഓർക്കണം. കടുത്ത പരീക്ഷണങ്ങളാണ് മുസ്ലിമീങ്ങൾക്കുള്ളത്. ഇത്തരം ഘട്ടങ്ങളിൽ മുസ്ലിംകൾ പഠിപ്പിക്കപ്പെട്ടത്, അവരുടെ നേതാക്കൾ മാതൃകയാക്കി തന്നത് അള്ളാഹുവിങ്കിലേക്കുള്ള കൂടുതലുള്ള സാമീപ്യമാണ്. അള്ളാഹുവിനോട് സങ്കടം പറയലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമുക്ക് ഇക്കൊല്ലം മഴ കിട്ടിയിട്ടില്ല. വർഷകാലം എന്നൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. കുറച്ച് തണുപ്പും പുഴയിലൊക്കെ കുറച്ച് വെള്ളം ഉള്ളതുകൊണ്ട് ഇപ്പം തിരക്കടില്ല. ഒരു വേനൽ വരാൻ പോകുന്നു. നമ്മുടെ സ്ഥിതി എന്താണ്?
എങ്ങനെ ഇത് പരിഹരിക്കും? ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. നൂഹ് നബി അലൈഹിസ്സലാം ആ ജനതയോട് പറഞ്ഞ വാക്കുകളാണ് നാം ഓർക്കേണ്ടത്. ഞാൻ പറഞ്ഞു പടച്ചവനെ അവരോട്, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം നടക്കുക. ഇന്നഹു കാന ഗഫാറാ, അവൻ ഏറ്റവും അധികം പൊറുക്കുന്നവനാണ്. പൊറുക്കുന്ന അള്ളാഹുവിനോട് അങ്ങേയറ്റം താഴ്മ കാണിച്ച് അവങ്കിലേക്ക് അടുക്കുകയാണ് നാം ഒന്നാമതായി ചെയ്യേണ്ടത്. അതിനു വേണ്ടി സമയം കാണണം. നാം നമ്മുടെ പാതിരാ സമയത്തുള്ള പ്രാർത്ഥനകൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാകണം. നമുക്കെതിരെ ശക്തമായി അപകടങ്ങൾ തലക്ക് മുകളിൽ നിൽക്കുകയാണ്. അത് നീക്കിക്കളയാൻ നമ്മെക്കൊണ്ട് കഴിയില്ല. സൃഷ്ടാവായ പടച്ചവനോട് മാത്രമേ, അല്ലാഹു തആലക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. ആ അള്ളാഹുവിനോട് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് മഴ കിട്ടാൻ നാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഖുർആൻ അതല്ലേ പറഞ്ഞത്? ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. അവർക്ക് സന്താനങ്ങൾ നൽകും, സമ്പത്ത് നൽകും, പുഴകളിൽ വെള്ളമുണ്ടാകും, മറ്റ് സൗകര്യങ്ങളൊക്കെ അല്ലാഹു തആല നൽകും. എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ ചെയ്യണം, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നട്ടപ്പാതിരക്ക് എല്ലാവരും കിടന്നിറങ്ങുന്ന നേരത്ത് എഴുന്നേൽക്കണം നാം. കാരണം ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ മുഖമുദ്രയായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരാളെ വിശേഷിപ്പിച്ചത് പരിശുദ്ധ ഖുർആൻ നട്ടപ്പാതിരക്ക്, അർദ്ധരാത്രി, പുലരാൻ നേരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരായിട്ടാണ്. തതജാഫാ ജുനൂബുഹും അനിൽ മവാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ഇത് വെറുതെ പറഞ്ഞതല്ല. മുസ്ലിമീങ്ങളായ നമ്മളുടെ ജീവിതത്തിൽ, സത്യവിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ്. പകലന്തിയോളം കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു നാം, കണക്കിലേറെ അധ്വാനിക്കുന്നു നാം, കണക്കിനേറെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു നാം. നമ്മുടെ യഥാർത്ഥ ഭാവിക്ക് വേണ്ടി അല്പസമയം, ഒരു അരമണിക്കൂർ രാത്രി ആശ്വാസത്തോടെ സമാധാനത്തോടെ ഒന്നുണർന്ന് റബ്ബേ ഞങ്ങൾ നോക്കണേ എന്ന് പറയാൻ നമുക്ക് നേരമില്ല. നാം ക്ഷീണിതരാണ്, നാം ഉറങ്ങിപ്പോകുന്നു, നമുക്ക് സുബഹിനെ ഉണരാൻ കഴിയുന്നില്ല. ഈ അവസ്ഥയായാൽ എവിടെയാണ് കൂട്ടരെ രക്ഷപ്പെടാൻ കഴിയുക? അപ്പോഴാണ് നാം ആലോചിക്കേണ്ടത്. തീർച്ചയായും ഇമാം ഷാഫി പറഞ്ഞത് എനിക്ക് ഓർമ്മ വരുന്നത്, ഇവിടെ വളരെയധികം കഷ്ടപ്പെട്ട് രാത്രിയൊക്കെ അള്ളാഹുവിനെ ഭയപ്പെട്ട് സുജൂദ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന വൃദ്ധന്മാരും അതുപോലെ തന്നെ നിരപരാധികളായ പിഞ്ചു കുഞ്ഞുങ്ങളും ഇല്ലായിരുന്നു എങ്കിൽ ഇവിടുത്തെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് അദ്ദേഹം ഒരു വരി കവിതയിൽ പറഞ്ഞിട്ടുണ്ട്. ലൗലാ ശുയൂഖുൻ ലിൽ ഇലാഹി റുക്കഉ വസ്ബിയത്തും മീനൽ യതമാ റുല്ലഉ. അള്ളാഹുവിന് പാതിരാക്കെഴുന്നേറ്റ് വിഷമമുണ്ടെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വൃദ്ധന്മാരില്ലായിരുന്നുവെങ്കിൽ, വസ്ബിയത്തും മീനൽ യതമാ റുല്ലഉ, ഉമ്മമാരില്ലാത്ത സാധുക്കളായ കുട്ടികൾക്ക്, മുലകുടി പ്രായത്തിലുള്ള കുട്ടികൾ, കഷ്ടപ്പെടുന്ന മക്കളുമില്ലായിരുന്നുവെങ്കിൽ, അവിടെയും ഇവിടെയും നോക്കാൻ ആളില്ലാതെ മേഞ്ഞു നടന്നു നിന്ന മൃഗങ്ങളും മറ്റ് ജീവജാലങ്ങളും ഇല്ലായിരുന്നുവെങ്കിൽ വേദനിപ്പിക്കുന്ന ശിക്ഷ അല്ലാഹു തആല നിങ്ങൾക്ക് തകൽക്കുമെങ്കിൽ ഒഴിക്കുമായിരുന്നു എന്നാണ് ഇമാം ഷാഫി ഒരിക്കൽ പറഞ്ഞത്. ഇത് ഹദീസിന്റെ പൊരുളല്ലേ, ഖുർആനിന്റെ ഭാഷയല്ലേ? നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ലൗലൽ ബഹായിമു ലം യുംതറു, മൃഗങ്ങളില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് മഴ തീരെ കിട്ടുകയില്ലായിരുന്നു എന്ന്. നമ്മുടെ പ്രയാസങ്ങൾക്ക് വിശ്വാസപരമായ അടിത്തറ നൽകുകയും അള്ളാഹുവിനോട് സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം. രാത്രി സമയങ്ങളിലുള്ള പ്രാർത്ഥന നാം സൂക്ഷിക്കണം, അത് കൊണ്ടു നടക്കണം. അപ്രാർത്ഥനയിലാണ് റസൂലുള്ള
ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത്? ഏതാണ് സത്യമെന്ന് ബോധ്യപ്പെടുത്തി തരണമെന്ന് അള്ളാഹുവിൻ്റെ റസൂല് പ്രാർത്ഥിച്ചത് അപ്പോഴാണ്. ജിബ്രീലിൻ്റെ, മീകായിലിൻ്റെ, ഇസ്രാഫീലിൻ്റെ റബ്ബേ, വൈബറിയുന്ന റബ്ബേ, ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബേ, നിന്റെ ദാസന്മാരുടെ ഇടയിൽ അഭിപ്രായ അനൈക്യമുള്ള കാര്യങ്ങളിൽ നീ വിധി കൽപ്പിക്കുന്നുവല്ലോ എന്ന അർത്ഥമുള്ള അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വമീകായില വഇസ്രാഫീല ഫാത്തിറസ് സമാവാതി വൽ അർളി ആലിമൽ ഗൈബി വശഹാദ അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. അവർ ഭിന്നിച്ച കാര്യത്തിൽ പടച്ചവനെ, അത്യുന്നതനായ നാഥ, നീയാണ് വിധി കൽപ്പിക്കുക. ഇഹ്ദിനി ലിൽ ഹഖ് ബിഇദ്നിക ലിമുഖ്തലിഫ ഫീഹി ഇന്നക തഹ്ദി മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അതിനാൽ സത്യമേതാണോ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിൽ ഉൾക്കൊള്ളാൻ എനിക്ക് വഴി കാണിക്കണേ, എന്നെ അതിൽ ചേർത്തി തരണേ തമ്പുരാനെ. നീയാണല്ലോ സത്യത്തിൻ്റെ വഴിയിൽ ആൾ കൊണ്ടുപോകുന്നത് എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി അശ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കി തന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ വിനയവും അതുപോലെ തന്നെ പ്രാർത്ഥനയും എന്നും ഉണ്ടായിരിക്കുകയും ഈ തൗഹീദ് പ്രബോധന രംഗത്ത് നാം മാത്രമേ ഉള്ളൂ എന്ന ബോധം നമുക്കുണ്ടാവുകയും അതിനു വേണ്ടി നാം നിരന്തരമായി അടുത്ത നമ്മുടെ പരിപാടിയിലൂടെ മുന്നോട്ട് നീങ്ങുകയും ചെയ്യണം. ഇത് കേൾക്കാത്ത, മനസ്സിലാക്കാത്ത ഒരു സ്ത്രീയോ പുരുഷനോ ഏറ്റവും ചുരുങ്ങിയ കേരളത്തിലെങ്കിലും ഇല്ലാതിരിക്കത്തക്കവണ്ണം നമുക്ക് തൗഹീദുമായി മുന്നോട്ട് പോവുകയും പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ജനങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിന് മുന്നിൽ നിൽക്കാൻ നമുക്ക് കഴിയണം. ഒമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം. ഏറ്റവും നല്ല വചനം പറഞ്ഞ ആളാണ് അള്ളാഹുവിലേക്ക് ക്ഷണിച്ചവനാണ്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവനാണ്, ഞാൻ മുസ്ലിമാണെന്ന് പ്രഖ്യാപിച്ചവനാണ്. ആ പ്രഖ്യാപനത്തിലൂടെ ഈ ഐക്യം പൊന്നുപോലെ സൂക്ഷിച്ചുകൊണ്ട് ഒരനാവശ്യ വർത്തമാനം കൊണ്ട് മറ്റൊരാൾക്ക് വേദന ഉണ്ടാക്കുകയോ അകലുകയോ ചെയ്യാത്ത രൂപത്തിലുള്ള ബോധപൂർവമുള്ള നീക്കങ്ങളും പ്രാർത്ഥനാ സ്വഭാവവും സൽ സ്വഭാവവും നമ്മുടെ ജീവിതത്തിൽ പുലർത്തുക. അള്ളാഹു നമ്മെ സഹായിക്കും, അവൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ഉന്നതന്മാരായ നേതാക്കന്മാർ, പേര് പറഞ്ഞവരും പറയാത്തവരുമായി പലരും നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയി. അവരോടൊപ്പം അല്ലാഹു തആല സ്വർഗത്തിൽ പ്രവേശിക്കാനും സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കാനും റഹ്മാനായ റബ്ബ് നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇടയിൽ പ്രയാസകരമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ധാരാളം സഹോദരീ സഹോദരന്മാരുണ്ട്. അല്ലാഹു ഈ നല്ല സദസ്സിൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് അവർക്കൊക്കെ ശിഫയും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.